ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിച്ചതിന് ശേഷം ഞാനും അമ്മയും കൂടി മഞ്ഞൾ കളയ്ക്കാൻ വേണ്ടി പോയതാണ്. മഞ്ഞളൊക്കെ എന്നോ കളയ്ക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ തണ്ടൊന്നും കാണുന്നില്ല. ഞങ്ങൾ കളയ്ക്കാൻ വൈകിപ്പോയി. അങ്ങനെ ഒന്ന് രാവിലെ തന്നെ അമ്മ കളച്ച് പൊയ്ങ്ങാന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാ പ്രാവശ്യവും കല്ല് എടുത്തിട്ടാണ് നടല്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ നട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മഞ്ഞളൊക്കെ പല പല സ്ഥലത്താണ്. ഞങ്ങൾ കടയിൽ നിന്ന് മഞ്ഞൾ വാങ്ങലില്ല കേട്ടോ. ഞങ്ങളെ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ ഞങ്ങൾ കുഴിച്ചിടലാണ്. അങ്ങനെ ഇത്രയും മഞ്ഞളെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇപ്രാവശ്യം മഞ്ഞൾ കുറവാണ്. ഇപ്രാവശ്യം മഴത്ത് മഞ്ഞളിൻ്റെ ഇലയ്ക്കൊക്കെ എന്തോ ഒരു ചീച്ചിലായി വന്നിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു വിത്ത് കുറവായി വന്നത്. അല്ലെങ്കിൽ നല്ല വിത്ത് ഉണ്ടാവലുണ്ട്. ഞങ്ങളെ വീട്ടാവശ്യത്തിൻ്റെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പുറത്തേക്ക് കൊടുക്കാൻ മാത്രം ഉണ്ടാവലുണ്ട്. പിന്നെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും അതൊക്കെ നന്നാക്കി എടുക്കുകയാണ്. പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് വലിയ മഞ്ഞളൊക്കെ അമ്മ കീറി എടുക്കുകയാണ്. അങ്ങനെ ഈ കൊട്ടയ്ക്ക് അരക്കൊട്ട മഞ്ഞളെ കിട്ടിയിട്ടുള്ളൂ. ഇനി അമ്മ അത് പുഴുങ്ങാൻ കൊണ്ടുപോവുകയാണ്. ഈ ഒരു ചെമ്പിലാണ് കേട്ടോ ഞങ്ങൾ സാധാരണ മഞ്ഞൾ പുഴുങ്ങൽ. പിന്നെ ഈ ചെമ്പ് ഞങ്ങൾ സാധാരണ അടുപ്പിലൊന്നും കൊള്ളൂലല്ലോ. അതുകൊണ്ട് തന്നെ അമ്മ ഇവിടെ ഒരു തട്ടിക്കൂട്ടി ഒരു അടുപ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ മുറ്റത്ത്. കേക്ക് കൊണ്ടുവന്ന മഞ്ഞൾ അമ്മ പിന്നെ ചെമ്പിലിട്ട് വേവിക്കാൻ പോവുകയാണ്. മഞ്ഞൾ എങ്ങനെ പുഴുങ്ങലെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാലോ. ഒരുവിധം എല്ലാവർക്കും അറിയെങ്കിലും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് ആൾക്കാരെ മാത്രമായിരിക്കും. അമ്മ അവിടെ മഞ്ഞൾ പൊയ്ങ്ങണതിൻ്റെ ഇടയിൽ അച്ഛൻ അവിടെ ഞങ്ങളെ തൊടിയിലുള്ള കുരുമുളകൊക്കെ പറക്കുകയാണ്. ഇപ്രാവശ്യം നല്ല അടച്ചു പിടിച്ച മഴ ആയതുകൊണ്ട് തന്നെ കുരുമുളക് കുറേ കൊഴിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ കുരുമുളക് ഇപ്രാവശ്യം കുറവാണ്. പിന്നെ താഴെ ഞങ്ങൾക്ക് എത്തുന്നിടത്തുള്ള മുളകൊക്കെ ഞാനും അമ്മയും കൂടി പറിച്ചു കൊടുത്തു. ലച്ചുവിനും ചേച്ചിക്കും ഒക്കെ പനിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിസരത്തേക്ക് തന്നെ വന്നിട്ടില്ല. പിന്നെ വൈകുന്നേരം അമ്മ ചായക്ക് നൂഡിൽസൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയതിന് ശേഷം ഞങ്ങൾ ഇനി മാമൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അമ്മച്ച അവിടെ 2 ആടിനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളെ കുഞ്ഞു ബ്ലോഗ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.